അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഏറെ ആളുകൾക്കും സന്തോഷം തരുന്ന വാർത്തയായിരിക്കുമെന്ന് നാം മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇറാൻ്റെ വിവരങ്ങളെക്കുറിച്ചുള്ള രേഖകൾ കൈമാറുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള മീറ്റിങ്ങിനിടെ അവിടുത്തെ ഉന്നത അധികാരികളുമായിട്ട് ചർച്ച ചെയ്യുന്നതിനിടയിൽ ട്രംപിന് ദേഹാസ്വസ്ഥം വരികയും അത് വളരെ കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ച അവിടെ അവസാനിപ്പിക്കുകയും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ട്രംപിനെ കൊണ്ടുപോവുകയും ചെയ്തു, അല്ലെങ്കിൽ റെസ്റ്റിന് വിടുകയും ചെയ്തു എന്ന വിശ്രമ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ അടുക്കുന്നുണ്ടോ എന്ന് ലോകം ചോദിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായി അറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ കൊള്ളരുതായ്മ ചെയ്തിട്ടില്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളോട് വേണ്ടാത്ത സമാധാനക്കേടുണ്ടാക്കാൻ വേണ്ടി എല്ലാ ഇടപെടലുകളും ഉണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ലോക നേതാക്കളിൽ ട്രംപായിരിക്കും. ആ ട്രംപിൻ്റെ വിവരം ഇങ്ങനെ ഓരോ ആളുകളുടെ ചെവിയിലേക്ക് വരുമ്പം സങ്കടമാണോ അല്ല സന്തോഷമാണോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ച് കമൻ്റ് എഴുതുക. കാരണം ഈ വാർത്ത ലോകം കാത്തിരിക്കുന്ന വാർത്തയായി മാറുമോ എന്നതാണ് ആശങ്കയോടെ നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ശങ്കിക്കാതെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഈ ഒരു അല്ലെങ്കിൽ ഒയലച്ച അല്ലെങ്കിൽ ഒരു തളർന്നുപോക്കിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നായിരിക്കും. ഇനി വാർത്തയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും ഇതിൻ്റെ അപ് ടു ടൈമായിട്ടുള്ള ആ ഒരു വിവരം നമ്മുടെ തന്നെ ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ ഞാനത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അഥവാ ഡീറ്റെയിൽ ആയിട്ട് അറിയുകയാണെങ്കിൽ നമുക്കൊരു വീഡിയോ സഹിതം തന്നെ ലൈവായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ ഒരു വിവരമോ ബന്ധപ്പെട്ട കാര്യങ്ങളോ അത് ആ ചർച്ചയുടെ അനുബന്ധമായ കാര്യങ്ങളോ വെളിപ്പെടുത്തലുകളോ വരാത്തത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്. എന്താണെങ്കിലും ട്രംപ് ആകെ വഴിമാറാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനകൾ ലോകങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയെന്ന് തോന്നിപ്പോവാണ്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ കരയുദ്ധത്തിന് വേണ്ടിയുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ഇരുത്തം ഇരുന്നിട്ടുണ്ടാകുക. പക്ഷേ ആ ഇരുത്തം മുഴുപ്പിക്കാൻ, അല്ലെങ്കിൽ അത് മുഴുവനാക്കാൻ അവർക്ക് സാധിക്കാതെ പിരിയുന്നു എന്ന് പറയുന്നത് നേരത്തെ ട്രംപ് പറയുന്ന ഒരു കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതാണ്. ഇറാൻ്റെ പിന്നിൽ ഏതോ അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇറാൻ്റെ ആ ഒരു പ്രകടനം കണ്ടിട്ട് അമേരിക്കൻ ട്രംപ് പറഞ്ഞു വെച്ചതായിരുന്നു. അത് ലോകം മാധ്യമങ്ങളൊക്കെ വൈറലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ സംഭവം ഇറാൻ്റെ അടുത്ത ഓപ്ഷൻ ഇറാൻ്റെ കീഴ്പ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഇതുവരെ എവിടെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് രേഖാപ്രകാരം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരുമിച്ച് കൂടിയതിൽ നിന്നാണ് ആ മനുഷ്യൻ ആ ഒരു ഒഴിവാകിപ്പോക്ക് അല്ലെങ്കിൽ തളർവാദോ എന്തെന്നാ പറയുക, ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. എത്രയൊക്കെ അപകടമാണ് എന്ന് ചോദിച്ചാൽ ആർക്കും അത്ര കണ്ട് സങ്കടപ്പെടാനുള്ള ചാൻസ് ഈ മനുഷ്യൻ്റെ കാര്യത്തിലായതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും നമ്മൾ ഒരു ശത്രുവാണെങ്കിലും അങ്ങനെ ആയിപ്പോകട്ടെ എന്ന് കരുതുന്നതിൽ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും ഈ വാർത്ത വരുമ്പം ഓരോരുത്തർക്ക് തോന്നുന്ന ഒരു വികാരം ഉണ്ടാകും. കാരണം അത്രമേൽ അപകടപ്പെടുത്തിയ, ലോകത്തിന് ഇത്രമേൽ ഇടങ്ങാറിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയ മനുഷ്യൻ ഇതല്ലാത്ത വേറെ ആരെങ്കിലും ആധുനിക ലോകത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളാർക്കും അത്ര കണ്ട് പരിചയമില്ല. മറ്റൊരുത്തനുള്ളത് നെതന്യാഹുവാണ്, അതും വയസ്സായി അങ്ങ് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ഇത്തരം വാർത്തകൾ നമ്മൾക്ക് അതിൻ്റെ സോഴ്സുകൾ കൃത്യമായി വരുന്നത് വരെ, അഥവാ അതൊക്കെ അമേരിക്കൻ ന്യൂസ് എന്നും പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നത്. കൃത്യമായി അത് സംഭവിച്ചതാണെങ്കിൽ പോലും അതിൻ്റെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ ലീക്കായി മാത്രമേ വരികയുള്ളൂ, റയറായി വരികയുള്ളൂ. ഇനി അതിൻ്റെ ഡീറ്റെയിൽ വരികയാണെങ്കിൽ നമുക്കൊരു വീഡിയോ വീണ്ടും ചെയ്യാം. നമ്മുടെ ഹംദ് ഇൻസ്പയറിൽ ഇതിൻ്റെ വിഷയങ്ങൾ വളരെ വിശാലമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ലൈവോടുകൂടെ നമുക്ക് കാണിക്കുകയും ചെയ്യാം. എന്താണെങ്കിലും സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രത്യാശിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.